ആരംഭിക്കുന്നു. മുതലാറ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IPC ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് കടന്നു വരുവാൻ സർവകൃപാലുവായി ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയും. പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രശ്നകലുഷിതമായിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹികമായ തിന്മയാണ്, സാമൂഹിക വിപത്താണ് മദ്യവും മയക്കുമരുന്നും. പണ്ടൊക്കെ നമുക്കറിയാം, പണ്ടുകാലങ്ങളിൽ പുരുഷന്മാർ അല്ലെങ്കിൽ പ്രായമുള്ളവരൊക്കെ ബിവറേജുകളിലോ മദ്യഷാപ്പുകളിലൊക്കെ പോയി മദ്യമൊക്കെ വാങ്ങി കഴിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും കുട്ടികളും പോലും മദ്യപാനം, ലഹരി മുതലായ ധാർമ്മികമല്ലാത്ത പ്രവൃത്തികളിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മുടെ സാഹചര്യം ഇന്ന് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇന്ന് മദ്യ, മയക്ക്, രാസലഹരികളുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം. ഇന്ന് നമുക്കറിയാം, നമ്മള് വർത്തമാന പത്രങ്ങളിലും അനുബന്ധ മീഡിയകളിലൊക്കെ നോക്കിയാൽ കൊലപാതകങ്ങളും പിടിച്ചുപറിയും കൂട്ട ആത്മഹത്യകളില്ലാത്തൊരു കാലഘട്ടം ഇന്നില്ല എന്ന് വേണം പറയാം. ഓരോ ദിവസവും നാം കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളൊക്കെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായ കാര്യങ്ങളാണ്. മദ്യവും മയക്കുമരുന്നൊക്കെ മനുഷ്യന്റെ സമ്പത്തിനെയും സദാചാര ബോധത്തെയൊക്കെ നശിപ്പിക്കുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുതേ പ്രിയമുള്ളവരെ. വിശുദ്ധ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും അത് രസമായി ഇറക്കുന്നത് നീ നോക്കരുത്. അത് സർപ്പത്തെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുവാനും ഇടയായിത്തീരും. സർപ്പത്തെ പോലെ കടിക്കുവാനും അണലിയെ പോലെ കൊത്തുവാനും കഴിയുന്നതായ ഒന്നാണ് മദ്യം, മയക്കുമരുന്ന്, രാസലഹരി എന്നൊക്കെ പറയുന്നത്. ഭാവിയുടെ വാഗ്ദാനങ്ങളായ, നാളെയുടെ പ്രതീക്ഷകളായ നമ്മുടെ ഒരുപാട് തലമുറകൾ, നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് ഈ പറയപ്പെട്ടതായ അനുഭവങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ നാം ദിവസം പ്രതി കാണുകയാണ്. എന്താണ് ഇതൊക്കെ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആത്യന്തികമായ ഘടകമേതെന്ന് ചോദിച്ചാൽ അതാണ് പാപത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മെ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ കഴിയാതെ തിന്മ ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ആത്യന്തികമായ ശക്തി എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയാണ്. ഈ പാപ സ്വഭാവങ്ങളിൽ നിന്ന്, പാപത്തിന്റെ പ്രവർത്തികളിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാം എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾക്ക് ദേശത്തോട് കൈമാറുവാനുള്ളത്. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളിൽ പലരും ഒരു കാലത്ത് ഈ പറയപ്പെട്ടതായ പലതിലും അഡിക്റ്റായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഞങ്ങൾ മുഖാന്തരം ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല. ഭാര്യമാർക്കോ കുഞ്ഞുങ്ങൾക്കോ ഞങ്ങളുടെ മാതാപിതാക്കൾക്കോ ഞങ്ങളിലൂടെ സമാധാനമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഞങ്ങൾ വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ കണ്ട് ഓടി ഒളിച്ചുകൊണ്ടിരുന്ന, ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഞങ്ങളെ കണ്ട് അകലേക്ക് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ഞങ്ങൾ വിടുവിച്ച് ഇന്ന് ഈ നല്ല സ്വഭാവത്തിലേക്ക്, നല്ല വ്യക്തിത്വത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് ഡീഅഡിക്ഷൻ സെന്ററുകളോ അല്ലെങ്കിൽ അനുബന്ധമായ കാരണങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഇതുപോലെയുള്ള പാവപ്പെട്ട ദൈവദാസന്മാർ ഇങ്ങനെയുള്ള കവലകളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതും വീട് വീടാന്തര കയറി ഇറങ്ങി സുവിശേഷം പറയുകയൊക്കെ ചെയ്തതും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന്റെ അനന്തര ഫലമാണ് ഇന്ന് ഞങ്ങൾക്ക് സ്വഭാവ രൂപീകരണം വരുവാനായിട്ടിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്ന ആരെങ്കിലും ഈ പറയപ്പെട്ടതായ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് അതേ പോകുന്നതായ വ്യക്തി ജീവിതങ്ങളാണോ, തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസ്സോടെ ഒരു മുഴ കയറിലോ അല്പവിഷത്തിലോ ജീവിതം അവസാനിപ്പിച്ചേക്കാം
എന്നുള്ള ചിന്തയോടെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, മാന്യ സുഹൃത്തെ, സഹോദര, ആത്മഹത്യയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരികളോ ഒരിക്കലും നമ്മുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമല്ല. മറിച്ച് ശാശ്വതമായ പരിഹാരം തരാൻ കഴിയുന്ന ഒരു പരിഹാരകനുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിന് ഹൃദയത്തെ സമർപ്പിക്കാൻ തയ്യാറായാൽ, യേശുവേ, എന്റെ അനേകമായിരിക്കുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച് അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണമേ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുവാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ, ഞങ്ങൾ അനുഭവിക്കുന്നതായ രക്ഷയും ദൈവിക സമാധാനവും നിങ്ങൾക്കും പ്രാപിക്കുവാൻ കഴിയും. നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വിഷയമല്ല. നിങ്ങളുടെ പേര് മാറ്റണ്ട, നിങ്ങളുടെ ജാതി മാറ്റണ്ട. നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു ഹൃദയം ദൈവത്തിനായി കൊടുത്തുകൊണ്ട്, യേശുവെ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, ഈ പാപസാന്തമായ സ്വഭാവങ്ങളിൽ നിന്ന്, സ്വഭാവ വൈകൃതങ്ങളിൽ നിന്ന്, ദുശീലങ്ങളിൽ നിന്ന്, ദുർനടപ്പുകളിൽ നിന്ന് എന്നെ വിടുവിച്ച് അവിടുത്തെ മകളാക്കി തീർക്കണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാൻ, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുവാൻ കഴിഞ്ഞാൽ താങ്കൾക്കും ദൈവത്തിന്റെ മകളായി തീരുവാനായിട്ട് ഇടയായി തീരും. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു അതേ സുപ്രസാദകാലം. നാളെയാകട്ടെ, അടുത്ത ദിവസമാകട്ടെ എന്ന് ചിന്തിച്ച് ആരും ഇരിക്കേണ്ട. മരണം നിശ്ചയമാണ്, ദിവസം നിശ്ചയമല്ല. കൊട്ടാരമായാലും വിട്ടേ മതിയാകത്തുള്ളൂ, കോട്ടയ്ക്കകത്തും മരണം കയറി വരും. മരണം എന്ന് പറയുമ്പോൾ അതൊരു അവസാനമാക്കല്ല, മറിച്ച് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് യേശുക്രിസ്തു ഒരുക്കിയ ജീവിതം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തു ഒരു മതവിഭാഗത്തിന്റെ ദൈവമല്ല. യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന സകലരുടെയും ദൈവമത്രേ. ബൈബിൾ എന്ന് പറയുന്നത് ചിലരൊക്കെ പറയാറുണ്ട്, യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ലയോ, ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമല്ലയോ? വല്ലവേ അല്ല. യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന സകലർക്ക് രക്ഷ കൊടുക്കുന്ന ദൈവമത്രേ. ബൈബിൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും പുസ്തകമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുവാൻ അതേ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണ്ട, പുണ്യ നദികളിൽ സ്നാനം ചെയ്യണ്ട, തലമുണ്ടനം ചെയ്യണ്ട, യാതൊരു പുണ്യകാര്യങ്ങളും ചെയ്യണ്ട. മറിച്ച് അതേ ഹൃദയം യേശുവിനായി തുറന്നു കൊടുത്തുകൊണ്ട്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, യേശുവെ, അവിടുത്തെ രക്തത്താൽ എന്റെ അനേകമായിരിക്കുന്ന പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് അവിടുത്തെ മകളാക്കി തീർക്കണമേ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയാൻ കഴിഞ്ഞാൽ താങ്കൾക്കും ദൈവത്തിന്റെ മകനായി തീരുവാനിടയായി തീരും. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതേ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ എങ്ങനെ വിശ്വസിക്കണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണം. അതേ അങ്ങനെയാണെങ്കിൽ അനേകമായിരിക്കുന്ന പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് പാപത്തിൽ നിന്ന്, പാപ സ്വഭാവങ്ങളിൽ നിന്ന് അതേ വിടുതൽ തന്ന് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും വീണ്ടെടുപ്പും പ്രാപിച്ച് ദൈവത്തിന്റെ മകളായി തീരുവാനായി തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ആ യേശു ക്രിസ്തു പോയതുപോലെ എത്രയും വേഗം വരുവാനായിട്ട് പോകുന്നു. ആകാശം കൊടുമുടക്കത്തോടുകൂടെ ഒടിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും, ഭൂമി അതിലുള്ള സകല പണികളും തീ കൊണ്ട് വെന്തു പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയായി തീരുവാൻ ഇടയായി തീരും. വീശുമരം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പൊടിയിൽ കൂട്ടിവെക്കുകയും പതിര് കടാത്ത തീയിലിട്ട് കളയുകയും ചെയ്യുന്നത് പോലെ ഒരു വലിയ ന്യായവിധി വരുവാൻ പോവുകയാണ്. അതുകൊണ്ട് വരുവാനിരിക്കുന്ന ന്യായവിധി രക്ഷ പ്രാപിച്ച്